SFIയുടെ കഴിഞ്ഞ 55 വർഷത്തെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഒരു വനിതാ ഭാരവാഹി പോലും പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സമ്മേളനത്തിൽ അതിനൊരു മാറ്റം ഉണ്ടാവുക. കേന്ദ്ര കമ്മിറ്റിയിൽ വളരെ പരിണതപ്രജ്ഞരായിട്ടുള്ള നേതാക്കളുണ്ടല്ലോ, നമ്മുടെ അനുശ്രീയെ പോലെ ദേശീയ തലത്തിൽ ശ്രദ്ധേയായിട്ടുള്ള ഐഷി ഘോഷ്, ദീപസ്ത പോലുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു നീക്കം പ്രതീക്ഷിക്കാമോ ഇത്തവണ? അത് സമ്മേളനത്തിൻ്റെ ഭാഗമായി തിരഞ്ഞെടുക്കപ്പെടുന്ന സെൻട്രൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, ഇപ്പോൾ പുതിയ കമ്മിറ്റിയാണ്, നിലവിലുള്ള കമ്മിറ്റിയാണ് പുതിയ കമ്മിറ്റിയെ നിർദ്ദേശിക്കേണ്ടത്. അപ്പോൾ അതിനുശേഷം ആ കമ്മിറ്റിയാണ് പുതിയ ഭാരവാഹികളെ തീരുമാനിക്കേണ്ടത്. തീർച്ചയായും അത്തരം ആളുകളുണ്ട്. ഇപ്പോഴും കഴിഞ്ഞ സമ്മേളന കാലയളവിൽ കേരളത്തിൽ വനിതാ ഭാരവാഹി ഉണ്ടായിരുന്നു. ഇപ്പോൾ ആസാമിലും ഗുജറാത്തിലും ഡൽഹിയിലും വനിതാ സംസ്ഥാന ഭാരവാഹികളുണ്ട്. ബീഹാറിലും സംസ്ഥാന ഭാരവാഹികൾ വനിതകളാണ്. അത്തരത്തിൽ ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലും സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന, ദേശീയ തലത്തിൽ തന്നെ ഈ പറയുന്ന പോലെ ശ്രദ്ധയാകർഷിക്കപ്പെട്ടിട്ടുള്ള വനിതാ നേതാക്കളുടെ നിര തന്നെ തീർച്ചയായിട്ടും SFIക്കുണ്ട്. അപ്പോൾ ആ സമയത്ത് അത്തരം എല്ലാ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ടായിരിക്കും പുതിയ ഭാരവാഹിയെ തീരുമാനിക്കുന്നത്.